ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസിന്റെ സിലബസിൽ മൊഡ്യൂൾ 6 വരുന്ന ഒരു ടോപ്പിക്കാണ് എംബ്രിയോളജി അഥവാ ഭ്രൂണശാസ്ത്രം അല്ലെ. അപ്പൊ അതിൽ മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ കാണുന്നതാണ്. അപ്പൊ മെഗാസ്പോർ എന്ന് പറയുമ്പോൾ തന്നെ അതെന്തായാലും ഒരു പൂവിന്റെ സ്ത്രീ ലൈംഗിക ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെഡി അല്ലേ? അപ്പൊ മെഗാസ്പോറോജെനസിസ് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം മെഗാസ്പോറുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ്, അതിന്റെ ജെനസിസ് ആണ്. സിന്തസിസ് എങ്ങനെ നടന്നു എന്ന് പഠിക്കുന്നതിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ മനസ്സിലാക്കേണ്ടത് ആദ്യം മെഗാസ്പോർ എന്താ, അതേപോലെ മെഗാസ്പൊറാഞ്ചിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു പൂവിന്റെ സ്ത്രീ ലൈംഗിക ഭാഗമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മെഗാസ്പൊറാഞ്ചിയം അഥവാ ഒവ്യൂൾ എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടതാണ്, ഒവ്യൂൾ എന്ന് കേട്ടതായിരിക്കും അല്ലെ. ആ ഒവ്യൂളിന്റെ ഘടനയും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ഒന്ന് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ മാത്രമേ അതിനകത്ത് എങ്ങനെയാണ് ഈ മെഗാസ്പോറിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്, സിന്തസിസ് നടക്കുന്നത്, എഗ് എന്ന് പറയുന്ന ഒരു ഭാഗം ഒവ്യൂളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കണം അല്ലെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ മെഗാസ്പൊറാഞ്ചിയം അഥവാ ഒവ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഘടന നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്ത ഈ ഒരു ചിത്രം നോക്കിയേ. അപ്പം നമുക്കറിയാം, ഒരു പൂവിന്റെ സ്ത്രീ ലൈംഗിക ഭാഗത്തിന് നമ്മൾ ജനിപുടം എന്നാണ് പറയാ അല്ലെ. ലൈംഗിക ഭാഗം നോക്കുകയാണെങ്കിൽ സ്ത്രീ ലൈംഗിക ഭാഗത്തിന്റെ പേരാണ് എന്ത്, ജനിപുടം എന്ന് പറയും. നമ്മൾ ഗൈനീഷ്യം എന്ന് ഇംഗ്ലീഷ് പറയാറുണ്ട്. പുരുഷ ലൈംഗിക ഭാഗത്തിന്റെ പേരെന്താ, കേസരപുടം അല്ലെ. പുരുഷ കേസരി എന്ന് ആലോചിച്ചാൽ മതി എന്ന് പറയും. ജനിപുടം എന്ന് പറയുമ്പോൾ ജനി, ജനനി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു അമ്മ അല്ലെ, സ്ത്രീലിംഗത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റൂലേ. അപ്പൊ ആ ജനിപുടത്തിന്റെ ഗൈനീഷ്യത്തിന്റെ ഭാഗമാണ് ഈ കൊടുത്തത്. അപ്പൊ ഗൈനീഷ്യത്തിൽ തന്നെയുള്ള ഓരോ മെമ്പറേയും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിസ്റ്റിൽ അഥവാ കാർപ്പൽ ഇങ്ങനെയുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് പഠിക്കാറുണ്ട് അല്ലെ. പിസ്റ്റിൽ എന്നും കാർപ്പൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ ലൈംഗിക ഭാഗമായ നമ്മുടെ ജനിപുടം എന്ന് പറയുന്നത് നമ്മുടെ ഗൈനീഷ്യത്തിന് തന്നെ, അതിനെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിലും അതിന്റെ ഓരോ യൂണിറ്റിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പിസ്റ്റിൽ അഥവാ കാർപ്പൽ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാറ്. അപ്പൊ നോക്കി ഏതൊക്കെ ഭാഗങ്ങളാ, ഈ നീണ്ട ഈ ഫുൾ ഭാഗം അതാണ് അല്ലെ. അപ്പൊ ഇതില് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്തിന്റെ പേരാണ് പരാഗണ സ്ഥലം എന്നാണ് പറയാ. ഓക്കെ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയാറുണ്ട്. സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലം, പരാഗണം നടക്കുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ പുരുഷ ലൈംഗിക ഭാഗത്തു നിന്ന് വരുന്ന പരാഗരേണുക്കൾ ഉണ്ട്, പൂമ്പൊടി, പോളൻ ഗ്രെയിൻ അല്ലെ, അത് പരാഗണ സമയത്ത് വന്ന് വീഴുന്ന സ്ഥലമാണിത്, ഇത് അല്ലെ. സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലം, പരാഗരേണുക്കളെ സ്വീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിഗ്മ അഥവാ പരാഗണ സ്ഥലം. അപ്പം അവിടെ പരാഗരേണുക്കൾ വീണ് കഴിഞ്ഞാൽ ആ പരാഗരേണുക്കൾ എന്ന് പറയുന്ന നമ്മളെ പൂമ്പൊടികൾ എന്ത് ചെയ്യാണ്, ഇവിടെ കിടന്ന് ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങും അല്ലെ. അതൊക്കെ ജർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന പോളൻ ട്യൂബ് ഉണ്ട്, ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബ് വളർന്ന് ഉള്ളിലേക്ക് വളർന്നു വരുന്ന ആ നീണ്ട കുഴലാണ് ഈ കാണുന്നത്. ഈ കുഴലിന് പറയുന്ന പേരാണ് ജനിദണ്ഡ് എന്നാണ് പറയുന്നത്. എന്താ പറയാ, ജനിദണ്ഡ് അഥവാ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗം അല്ലെ. സ്റ്റിഗ്മ, സ്റ്റൈൽ ഉണ്ട്, അതിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്തിന് മലയാളം വാക്കാണ് ജനിദണ്ഡ്. ഇതിൽ കൂടെയാണ് പരാഗരേണുക്കൾ മുളച്ചിട്ടുണ്ടാവുന്ന പോളൻ ട്യൂബ് എന്ന് പറയുന്ന അല്ലെ. അപ്പൊ അത് മുളച്ചു വരുന്ന ഭാഗമാണ് നമ്മളെ ജനിദണ്ഡിൽ കൂടെയാണ് വരിക. അങ്ങനെ വന്ന അവസാനം ഈ കേറുന്ന ഈ വലിയ ഭാഗം അല്ലെ, ഇവിടെ കാണുന്ന വലിയ ഭാഗത്തിന്റെ പേര് എന്ന് വെച്ചാൽ നമ്മളെ ഈ ജനിപുടത്തിന്റെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തിന്റെ പേരാണ് അണ്ടാശയം. അണ്ടാശയം അഥവാ ഓവറി എന്ന് നമ്മൾ പറയാറില്ലേ അല്ലെ. അപ്പൊ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ടാശയം, ഇതാണ് 3 പ്രധാനപ്പെട്ട നമ്മളെ ജനിപുടത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇതില് അണ്ടാശയം അഥവാ ഓവറി എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, ഒവ്യൂൾ അഥവാ അണ്ടം അല്ലെ ഭാഗം എന്ന് നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് കാണാൻ പറ്റുക, ഒവ്യൂളുകളെ കാണാൻ പറ്റുന്നത്. ഒവ്യൂൾ എന്ന് പറയുന്ന ഈ ഭാഗത്തിന്റെയും ഉള്ളിലാണ് ശരിക്ക് അണ്ടം അഥവാ എഗ് എന്ന് പറയുന്ന ഭാഗം ഒവ്യൂളിന്റെയും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഒന്നും കൂടെ പറയാം. അണ്ടാശയമാണ് ഏറ്റവും താഴെയുള്ള ഭാഗം, അണ്ടാശയത്തിന്റെ അകത്താണ് ഒവ്യൂളുകൾ കാണപ്പെടുന്നത്. ആ ഒവ്യൂളിന്റെയും ഉള്ളിലാണ്, അതിന്റെ ഘടന പഠിച്ചാലേ മനസ്സിലാവുള്ളൂ, അതിന്റെയും ഉള്ളിലാണ് ശരിക്ക് ആരുള്ളത്, ആര് കാണുന്നത്, എഗ് അഥവാ അണ്ടം എന്ന് പറയുന്ന ഭാഗം അതിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ പരാഗണം നടന്നു വരുന്ന പരാഗരേണുക്കളിലുള്ള പുരുഷ ബീജം അല്ലെ, അതെന്ത് ചെയ്യണം, പുംബീജം എന്ന് പറയുന്ന അതിന്റെ ബീജമുണ്ട്, അത് വന്നിട്ട് ജോയിൻ ചെയ്യേണ്ടത് അണ്ടാശയത്തിനകത്തുള്ള ഒവ്യൂളിനകത്തുള്ള അണ്ടം അഥവാ എഗ്ഗുമായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്.
അപ്പൊ എന്തായാലും ഇവിടെയുള്ള ഈ ഒവ്യൂൾ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് വെക്കാറുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഘടനയാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ ചിത്രത്തിൽ കാണപ്പെടുന്നതാണ് ഒരു ഒവ്യൂൾ. അതിനുള്ളിൽ നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് വെക്കുന്ന ആ ഡോട്ട് വലുതാക്കി നോക്കിയാൽ ആ ഒവ്യൂളിന്റെ ഘടനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒവ്യൂളിനെയാണ് നമ്മൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് പേരിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, കാരണം ഇതിന്റെ ഉള്ളിലാണ്, ഇത് മൊത്തം ഒരു ഒവ്യൂൾ. നമ്മളിങ്ങനെ ഒരു ഡോട്ട് ആയിട്ട് ഇടുമ്പോൾ അതിലുള്ള ഒരു ഡോട്ടാണ് ഈ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് എഗ് ഉള്ളതെന്ന് പറഞ്ഞു. അതൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒവ്യൂൾ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഘടന ആദ്യം മനസ്സിലാക്കണം അല്ലെ. ഒവ്യൂളുകൾ എന്ന് പറയുന്ന ഭാഗം അണ്ടാശയത്തിന്റെ അകത്താണ് ഉള്ളത്. അപ്പൊ അണ്ടാശയത്തിന്റെ അകത്ത് ഒവ്യൂൾ എന്ത് ചെയ്യായിരിക്കും, അണ്ടാശയത്തിനകത്തുള്ള പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ടിഷ്യൂവിന്റെ മുകളിൽ അവർ പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുക അല്ലെ. കാരണം ഒവ്യൂളുകളൊക്കെ അണ്ടാശയത്തിനകത്ത് എങ്ങനെയാണ് നിൽക്കുക, കുറെ ഒവ്യൂളുകൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അണ്ടാശയത്തിനകത്ത് പ്ലാസന്റ എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട്, കലയുണ്ട്. അതിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചാണ് അവർ വളരുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു ഒവ്യൂളിനെ ഇങ്ങനെ അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗങ്ങളൊക്കെ നോക്കി, ഈ ഒരു ഒവ്യൂളിന്റെ പ്രധാനപ്പെട്ട ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതില് മൊത്തമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം, ഈ ഒരു നീണ്ട വാല് പോലത്തെ ഭാഗം വെച്ചാണ് ഇവര് പ്ലാസന്റ എന്ന് പറയുന്ന ആ ഒരു ടിഷ്യൂ ഉണ്ടാവും അണ്ടാശയത്തിനകത്ത്. അപ്പൊ പ്ലാസന്റേന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് വളരാൻ ഉപയോഗിക്കുന്ന അതിന്റെ ഭാഗമാണ് ശരിക്കും ഇത് ഈ കാണുന്ന ഭാഗം അല്ലെ. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. എന്താ പറയാ, ഫ്യൂണിക്കിൾ. അപ്പൊ ഒരു ഒവ്യൂളിന്റെ സ്റ്റോക്കാണ് അല്ലെ. ആ ഭാഗം ഉപയോഗിച്ചാണ് അവര് പ്ലാസന്റയിലേക്ക് വളർന്ന് പറ്റിപ്പിടിച്ച് വളരുന്നത്. അപ്പൊ ആ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഫ്യൂണിക്കിൾ എന്നാണ് പറയാം. ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒവ്യൂളിന് ചുറ്റും ഒവ്യൂളിനെ സംരക്ഷിക്കാനുള്ള കവചങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതവിടെ കാണാം, ഇതൊരു കവചമാണ്, അതേപോലെ ഇത് വേറൊരെണ്ണമാണ് അല്ലെ. അപ്പൊ അതേപോലെ ഈ സൈഡിൽ എന്തുണ്ട്, ഒവ്യൂളിനെ സംരക്ഷിക്കാനുള്ള കവചങ്ങളുണ്ട്. അതിന് നമ്മൾ പൊതുവെ പറയുന്ന പേര് ഇന്റഗുമെന്റ് എന്നാണ്. ഇന്റഗുമെന്റ് ഇത് പ്രധാനമായിട്ടും രണ്ട് പാളികളായിട്ട് കാണാൻ പറ്റും, ഒന്ന് പുറത്തും ഒന്ന് ഉള്ളിലും. പുറമേയുള്ള ഇന്റഗുമെന്റ് അഥവാ ഔട്ടർ ഇന്റഗുമെന്റ് എന്നും ഉള്ളിലുള്ളതിനെ നമ്മൾ ഉള്ളിലുള്ള ഇന്റഗുമെന്റ് എന്നും പറയും അല്ലെ. അങ്ങനെ രണ്ട് സംരക്ഷണ കവചങ്ങൾ ഇവർക്കുണ്ട് എന്ന് മനസ്സിലായി. റെഡി അല്ലേ? യെസ്. ഇനി നോക്കാം, ഈ ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാ ഭാഗം, ഈ സ്റ്റോക്കാണ്. ഈ വടി പോലത്തെ ഭാഗത്തിന്റെ പേരാണ് ഫ്യൂണിക്കിൾ. കാരണം ഈ ഒവ്യൂളിന്റെ സ്റ്റോക്കാണ്. ഈ വടി പോലത്തെ ഭാഗം വെച്ചാണ് ഇവര് പ്ലാസന്റേന്റെ മുകളിൽ പറ്റിച്ചേർന്ന് നിൽക്കുക. ആ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെ വരെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്, ഇതിന്റെ ബോഡി പാർട്ടാണ്, ഒവ്യൂളിന്റെ മെയിൻ ആയ ഭാഗങ്ങളാണ്. അപ്പോൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന വടിഭാഗം ഇവിടെ വരെ ഉണ്ട്. എവിടെ നിന്നോട്ടാണോ അതിന്റെ ബോഡി ഭാഗം കൃത്യമായി തുടങ്ങുന്നത്, ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനെ നമ്മൾ പറയുന്ന പേര് ഹൈലം എന്നാണ്. ഓക്കെ, ഫ്യൂണിക്കിൾ വന്ന് ഒവ്യൂളുമായിട്ട് ചേരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ഹൈലം. ഓക്കെ, ഹൈലം എന്നാണ് പറയാം. സംരക്ഷണ കവചത്തിന്റെ പേരെന്താ പറഞ്ഞ, ഇന്റഗുമെന്റ് ആണ്. ഉള്ളിലും പുറത്തുള്ളത് കാരണം ഔട്ടർ ഇന്നർ ഇന്റഗുമെന്റ് എന്ന് നമുക്ക് രണ്ടായിട്ട് തരംതിരിച്ച് പറയാം. ഇനി നോക്കിക്കോ, ഈ ഇന്റഗുമെന്റിന്റെ ഘടന എങ്ങനെയാ. ഇന്റഗുമെന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ഇവിടെ ഇങ്ങ് കവർ ചെയ്തെടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി നല്ല പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഫുൾ കവർ ചെയ്തുകൊണ്ടാണ് അവരെ കാണാൻ പറ്റുന്നത് അല്ലെ. എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകെ ഗ്യാപ്പ് ഉള്ളത് എവിടെയുള്ളത്, ഇങ്ങനെ ചുറ്റി വരുമ്പം ഇവിടെയാണ് ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഒരു ഭാഗമാണ് എന്ത്, ആകെയുള്ള ഒരു ഗ്യാപ്പ് അല്ലെ. ആ ഗ്യാപ്പിന് ഇന്റഗുമെന്റ് ഇല്ലാത്ത ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്യാപ്പിന് പറയുന്ന പേരാണ് മൈക്രോപൈൽ. എന്താ പറയാ, മൈക്രോപൈൽ. ചെറിയൊരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗിൽ കൂടിയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത് അല്ലെ, പുംബേജൊക്കെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഫുള്ള് കവേർഡ് ആണ്. അവിടെ ഒന്നും ഒരു ഗ്യാപ്പില്ല, ആകെ ഒരു ഗ്യാപ്പ് ഉള്ളത് എവിടെയാണ്, അതിന്റെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടു. അതിന്റെ പേര് മൈക്രോപൈൽ എന്നാണ് പറയാം. ആ മൈക്രോപൈൽ എന്ന് പറയുന്ന ആ ഓപ്പണിംഗ്, ആ സുഷിരം വരുന്ന ആ ഭാഗത്തിനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിന് നമ്മൾ മൈക്രോപൈലാർ അഗ്രം എന്നാ പറയാം. മൈക്രോപൈൽ കാണപ്പെടുന്ന വശത്തിനെ പറയുന്ന പേരാണ് മൈക്രോപൈലാർ അഗ്രം. അപ്പം ആ മൈക്രോപൈലാർ അഗ്രം അവിടെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങ് താഴെ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ, മൈക്രോപൈലാർ അഗ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഒന്നും ഇല്ലാതെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് കാണാൻ പറ്റൂലേ. ആ സൈഡിന് പറയുന്ന പേര് ചലാസൽ അഗ്രം എന്നാണ്. എന്താ പറയാ, ചലാസൽ അഗ്രം. അപ്പൊ മൈക്രോപൈല് വരുന്ന അഗ്രം മൈക്രോപൈലാർ അഗ്രം എന്നും ചലാസ അഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം, അതിന്റെ നേരെ അടുത്ത വശം ഓപ്പോസിറ്റ് വശത്തിന്റെ പേരാണ് ചലാസൽ അഗ്രം. റെഡി അല്ലേ? അപ്പോൾ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം അല്ലെ. ഔട്ടർ ഇന്റഗുമെന്റും ഇന്നർ ഇന്റഗുമെന്റും അല്ലെ. പുറമേയുള്ള ഇന്റഗുമെന്റ് ഇതാ ഇവിടെ, അതിന്റെ ഉള്ളിലുള്ള ഇന്റഗുമെന്റ് എവിടെയാന്ന് മനസ്സിലായി, ഈ ഒരു ഗ്യാപ്പാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ കാണുന്ന അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂസെല്ലസ്. എന്താണ് ന്യൂസെല്ലസ്? ശരിക്കും പറഞ്ഞാൽ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ കുറെ ഒരേപോലെയുള്ള കുറെ കോശങ്ങൾ ചേർന്ന എന്ന് വെച്ചാൽ കലകളായി മാറിയിട്ടുണ്ട് അല്ലെ. കുറെ കോശത്തിന്റെ സമൂഹമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ശരിക്കും ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ. ആ ന്യൂസെല്ലസിലുള്ള കോശങ്ങളാണ്
പിന്നീട് കുറേ രൂപമാറ്റമൊക്കെ സംഭവിച്ച് നമ്മളെ പ്രധാനപ്പെട്ട ഭാഗം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നമ്മളെ ഏറ്റവും നടുക്കുള്ള ഈ ഒരു ഭാഗമായിട്ട് മാറുന്നത്. ഈ ഭാഗത്തിന്റെ പേരാണ് ഭ്രൂണസഞ്ചി അഥവാ എംബ്രിയോ സാക്ക് എന്നാണ് പറയാം. എംബ്രിയോ സാക്ക് അഥവാ ഭ്രൂണസഞ്ചി എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് മാറും. ഇത് ഇത്രയും പ്രാധാന്യം പറയാൻ കാരണം ഇതിൻ്റെ ഉള്ളിലാണ് ആര് ഡെവലപ്പ് ചെയ്ത് വരിക, ആര് വളർന്നു വരിക. ഇനി നമുക്ക് പഠിക്കണം, നമ്മൾ പറഞ്ഞു എഗ്ഗ് അണ്ടകോശം, എഗ്ഗ് എന്ന് പറയുന്ന ആളുണ്ട്. അതും അതിനോട് അനുബന്ധിച്ച് വേറെയും കുറച്ച് ഭാഗങ്ങളും കൂടെ ഒക്കെ രൂപപ്പെടാനുണ്ട്. അതിൻ്റെ ഘടന നമ്മൾ ഇനിയും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു അണ്ടകോശത്തിന്റെ 2 വശങ്ങളിലായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സൈനർജിഡുകൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളെ ചലാസൽ ഭാഗം വന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരേപോലെയുള്ള വേറെ 3 കോശങ്ങൾ രൂപപ്പെടും. അവരെ നമ്മൾ ആന്റിപോഡലുകൾ എന്നൊക്കെയാണ് നമ്മൾ അറിയപ്പെടുക അല്ലെ. എന്ന് വെച്ചാൽ ഈ മൊത്തം ഈ നടുക്ക് കാണുന്ന ഇതാണ് മെയിൻ പാർട്ട്. അതിന്റെ പേരാണ് ഭ്രൂണസഞ്ചി അഥവാ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ രൂപീകരണം നടക്കുന്നത് എവിടെന്നാ, ചുറ്റുമുള്ള ന്യൂസെല്ലസ് എന്ന് പറയുന്ന ഈ ഭാഗത്തെ കോശങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ച് ആണ് എന്ത് ചെയ്യുന്നത്, എംബ്രിയോ സാക്കായിട്ട് അവർ വളർന്ന് വരിക. അപ്പൊ ആ വളർന്നു വരുന്ന ആ പ്രോസസ്സിനെയാണ് ശരിക്കും നമ്മൾ മെഗാസ്പോറോജെനസിസ് എന്ന് പറയാ. അത് ഓരോ ഘട്ടമായിട്ട് നമ്മളിങ്ങനെ കൃത്യമായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുൻപേ ഇതിന്റെ മൊത്തം ഘടനയൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലെ. റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്തു. ഇപ്പൊ മെഗാസ്പോറാഞ്ചിയം, ഒവ്യൂൾ എന്ന് കേൾക്കും. മെഗാ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ സ്ത്രീ ലൈംഗിക ഭാഗത്തിനെയും മൈക്രോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പുരുഷ ലൈംഗിക ഭാഗത്തിനെയാണ് ആലോചിക്കുന്നത് അല്ലെ. മൈക്രോസ്പോറാഞ്ചിയം എന്നൊക്കെ പറഞ്ഞാൽ പുരുഷ ലൈംഗിക ഭാഗമായിട്ട് ബന്ധപ്പെട്ട്, മെഗാ എന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ ഒക്കെ സ്ത്രീ ലൈംഗിക ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ മെഗാസ്പോറാഞ്ചിയം, ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ ജനിപുടവും അതിന്റെ റിലേറ്റഡ് ഭാഗങ്ങൾ നോക്കുമ്പോൾ അണ്ടാശയം കണ്ടു. അണ്ടാശയത്തിനകത്തുള്ള ഒവ്യൂളിനെയാണ് നമ്മൾ മെഗാസ്പോറാഞ്ചിയം എന്ന് പറഞ്ഞത്. ഒവ്യൂളിന്റെ ഘടന മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടു മനസ്സിലാക്കിയത് അല്ലെ. ഫ്യൂണിക്കിള് അല്ലെ, ഹൈലം, ഇന്റഗുമെന്റ്, അതേപോലെ മൈക്രോപൈലാർ അഗ്രം, നേരെ ഓപ്പോസിറ്റ് ചലാസൽ അഗ്രം എന്ന് കണ്ടു അല്ലെ. റെഡി അല്ലേ? പിന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ ന്യൂസെല്ലസ് കണ്ട് ഏറ്റവും ഉള്ളിലേക്ക് വന്നപ്പം ഭ്രൂണസഞ്ചി എന്ന് പറയുന്ന ഭാഗവും കണ്ടു. ഇനി ഒന്നുകൂടെ അതെങ്ങനെ ഒരു പോയിന്റ് ബൈസിൽ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും ചോദിച്ചു കഴിഞ്ഞാൽ സെന്റൻസ് നോക്കാമെന്ന്. ഒവ്യൂൾ എന്ന് പറയുന്ന ഭാഗം പ്ലാസന്റയുമായി ബന്ധിപ്പിക്കുന്ന തണ്ടിന് പറഞ്ഞ പേരെന്താ? കാരണം അതിന്റെ സ്റ്റോക്കിന്റെ പേരെന്തായിരുന്നു? അത് ഫ്യൂണിക്കിൾ എന്നാ പഠിച്ചത് അല്ലെ. ഫ്യൂണിക്കിൾ എന്നാണ് പറയാ. അപ്പൊ ഫ്യൂണിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇംഗ്ലീഷ് വാക്ക്, അങ്ങനെ തന്നെയാണ്, ജസ്റ്റ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി ഫ്യൂണിക്കിളുമായി യോജിക്കുന്ന ഒവ്യൂളിന്റെ ഭാഗത്തിന് എന്താ പറയാ? ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന വടിഭാഗം വന്ന് നമ്മളെ ഒവ്യൂളുമായിട്ട് ചേരുന്ന ജംഗ്ഷൻ അല്ലെ, ആ ഭാഗത്തിന് പറയുന്ന പേരെന്താ? ഹൈലം എന്നാ പറയാ. ഓക്കെ, ഹൈലം. ഇനി ഒവ്യൂളിന് ചുറ്റുമായിട്ട് സംരക്ഷണ കവചം ഉണ്ട് അല്ലെ. അതിനെന്താ പേര് പറഞ്ഞ? ഇന്റഗുമെന്റ് എന്നാണ് പറഞ്ഞത്. 2 എണ്ണം ഉണ്ട്, പുറമേ ഉള്ളതും ഉള്ളിലുള്ളതും എന്ന് പറഞ്ഞ് 2 ഇന്റഗുമെന്റ് നമ്മൾ കണ്ടു. ഇന്റഗുമെന്റിനാൽ ആവരണം ചെയ്ത് കാണുന്ന ഒവ്യൂളിന്റെ ഭാഗം എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആവരണം ചെയ്തിട്ട് കാണുന്ന ഒവ്യൂളിന്റെ ഭാഗം ഇവർ ഉദ്ദേശിച്ചത് ശരിക്കും എവിടെയാണ്? കംപ്ലീറ്റ് ആവരണം ചെയ്ത് കാണുമ്പോൾ ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. ഇതും അതിന്റെ ഉള്ളിലത്തെ ഭാഗം അല്ലെ. മെയിൻ ആയിട്ട് ഇവരെയാണ് ചോദിക്കുന്നത്. ഈ ഭാഗത്തിന്റെ പേരെന്താന്നാണ്? ന്യൂസെല്ലസ് അല്ലെ. ഇതിന്റെ പേര് നമ്മൾ പഠിച്ചത് എന്താണ്? ന്യൂസെല്ലസ് എന്ന് പേരിട്ട് പഠിച്ചു. ഇനി ഇന്റഗുമെന്റുകൾ ഇല്ലാത്ത അഗ്രത്തുള്ള അല്ലെ, അഗ്രഭാഗത്തുള്ള ചെറിയ സുഷിരത്തിന്റെ പേരെന്താ? കാരണം അതിൽ കൂടുതൽ ആകെ ഒരു ഗ്യാപ്പ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ മൈക്രോപൈൽ എന്നാണ് ആ സുഷിരത്തിന് നമ്മൾ പേരിട്ട് പഠിച്ചത് അല്ലെ. മൈക്രോപൈലാർ വശത്തിന്റെ ആ മൈക്രോപൈൽ വരുന്ന ഭാഗം മൈക്രോപൈലാർ വശം എന്ന് പറയാം. അതിന്റെ എതിർഭാഗത്തിന് നമുക്ക് പറയുന്ന പേരെന്താ? എതിർഭാഗത്ത് കാണപ്പെടുന്ന ഭാഗം അതിന് പറയുന്ന പേരെന്താ? ചലാസ എന്നാണ് പറഞ്ഞത് അല്ലെ. ചലാസൽ അഗ്രം എന്നാണ് പറയാം. ഇനി ഭ്രൂണസഞ്ചി അഥവാ എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന ഭാഗം കാണുന്നത് ഏറ്റവും ഉള്ളിലാന്ന് പറഞ്ഞു. ആ ഭ്രൂണസഞ്ചിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എംബ്രിയോ സാക്ക് എന്നുള്ള വാക്ക് പറഞ്ഞല്ലേ, എംബ്രിയോ സാക്ക് എന്ന് പറയാം. ഇതിനെയാണ് പെൺ ഗ്യാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഭാഗം. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ചെടിയിൽ ഏത് ഭാഗമാണെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? എംബ്രിയോ സാക്കാണ് അഥവാ ഭ്രൂണസഞ്ചി എന്ന് പറയുന്ന ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ഉള്ളത്.
ഫീമെയിൽ ഗ്യാമീറ്റിന്റെ പേരെന്താ? എഗ് അല്ലെ. നമ്മളൊരു ഭ്രൂണസഞ്ചി മാത്രം ജസ്റ്റ് എംബ്രിയോ സാക്ക് മാത്രം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊരു എംബ്രിയോ സാക്ക്. ഇതെല്ലാം മൈക്രോപൈൽ എന്ന് പറയുന്ന സുഷിരത്തിന്റെ തൊട്ടടുത്ത് വരുന്ന ഭാഗത്തിന്റെ നടുക്കായിട്ട് ഇവിടെ നമുക്ക് ആരെ കാണാൻ പറ്റും? അണ്ഡകോശം അഥവാ നമ്മളെ എഗ് എന്ന് പറയുന്ന ആളെ കാണാൻ പറ്റും അല്ലെ, അണ്ഡം. അതിന്റെ 2 വശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതും ഇതും അല്ലെ. അതിന് പറയുന്ന പേരാണ് എന്ത്? സൈനർജിഡ്സ് എന്നാണ് പറയാ. സൈനർജിഡുകൾ അഥവാ സൈനർജിഡ്സ് എന്നാണ് അതിന് പറയാം. 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ നേരെ താഴെ ഏതാണ്ട് ഒരേ വലുപ്പമൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഇവരെ 3 ആളെയും കൂടെ ചേർത്ത് നമ്മൾ ആന്റിപോഡലുകൾ, ആന്റിപോഡൽസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആന്റിപോഡൽസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ചേരുന്ന ഭാഗം ഇതുപോലെ നടുക്കും എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയസിനൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ശരിക്കൊരു ഭ്രൂണസഞ്ചി എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഘടന. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇത് കാണുന്നതാണ് ഏറ്റവും ഉള്ളില്. ഇത് മൊത്തത്തിൽ പറയുന്ന പേരാണ്, ഇതിന്റെ ഈ ഒരു ചിത്രത്തിന്റെ പേരാണ് ശരിക്കും എന്ത്? എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞാൽ അല്ലെ. ഇതിന്റെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ എംബ്രിയോ സാക്കിന്റെ ഉള്ളില് എഗ് എന്ന് പറയുന്ന ആളിവിടെ ഇല്ലേ അല്ലെ. എഗ്ഗിനെ ക്യാരി ചെയ്യുന്നത് എഗ്ഗാണ് ആര്? ഫീമെയിൽ ഗ്യാമീറ്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഗ്യാമീറ്റ്. ഈ ഫീമെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്ന അല്ലെ പെൺ ബീജകോശമാണ്. അതിനെ ക്യാരി ചെയ്യുന്ന ഭാഗം ആയതുകൊണ്ട് എംബ്രിയോ സാക്ക് അഥവാ ഭ്രൂണസഞ്ചിനെ നമ്മൾ പറയുന്ന പേരാണ് പെൺ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് പറയാം. ഓക്കെ, പെൺ ഗ്യാമറ്റോഫൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുരുഷൻ ഭാഗമായിട്ട് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് അഥവാ ആൺ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാന്ന് ചോദിക്കുമ്പോൾ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ അറിയാം. പരാഗരേണു അഥവാ പോളൻ ഗ്രെയിൻ അല്ലെ, മൈക്രോസ്പോർ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ രേണുക്കളുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഒരു പരാഗരേണുവിൻ്റെ ഉള്ളിൽ 2 മെയിൽ ഗ്യാമേറ്റ്, 2 പുരുഷ ബീജകോശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം പോളൻ ഗ്രെയിൻ അഥവാ പരാഗരേണുക്കളാണ് ആൺ ഗ്യാമറ്റോഫൈറ്റ്. പെൺ ഗ്യാമറ്റോഫൈറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻ അവിടെ കേൾക്കുമ്പോൾ നമ്മൾ ഒവ്യൂൾ എന്ന് പറയണം തോന്നും. പക്ഷെ ഒവ്യൂൾ പറയരുത്. ഒവ്യൂളിന്റെയും ഉള്ളിലുള്ള എംബ്രിയോ സാക്ക് അഥവാ ഭ്രൂണസഞ്ചിനെയാണ് നമ്മൾ പെൺ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഘടന അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ ഘടന നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിനകത്ത് നടന്ന നമ്മളിപ്പോൾ എഗ് ഉണ്ടായി, 2 സൈനർജിൻ ഉണ്ടായി, താഴെ ആന്റിപോഡൽസ് ഉണ്ടായി എന്ന് മാത്രമേ പറഞ്ഞു അല്ലെ. അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നു, ആ ന്യൂസെല്ലസിലുള്ള കോശങ്ങൾക്ക് എന്തൊക്കെ മാറ്റം സംഭവിക്കുന്ന സമയത്താണ് ഭ്രൂണസഞ്ചിന്റെ ഡെവലപ്മെന്റ് നടക്കുക, ഇത് പഠിക്കുന്നതിനെയാണ് മെഗാസ്പോറോജനസിസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ നമുക്ക് ആ ഒരു ടോപ്പിക്കൊക്കെ ആയിട്ട് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.